അൻവരിയിൽ നിന്ന് യാത്ര പറയുമ്പോ അവർ ഈ ലോകത്തേക്ക് ഇറങ്ങുന്നത്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്, പ്രബോധന വീതിയിലേക്ക് ഇറങ്ങുന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാനാ. അവന്റെ സിഫാത്തുകൾ ലോകത്ത് അലയൊലി കൊള്ളിക്കാനാണ്. ലാ തഖൂമു അലാ അഹദിൻ യഖൂലു അല്ലാഹ് 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 എന്ന് പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമുഖത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അവനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നന്മ കൊണ്ടുള്ള കൽപ്പന, തിന്മ കൊണ്ടുള്ള വിരോധനം, അത് ഈ ലോകത്ത് നിന്ന് അസ്തമിക്കുന്നു. വലിയ അപകടമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് വീണ്ടും ആശങ്കയോടുകൂടി നബി തങ്ങളോട് ചോദിക്കുകയാണ്, നന്മ കൊണ്ട് കൽപ്പിക്കാത്ത, തിന്മ കൊണ്ട് വിരോധിക്കാത്തതായ ഒരു സമുദായം കടന്നു വരുമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുമ്പോൾ സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അവകായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, ഇതൊക്കെ ഉണ്ടാകുമോ ഹബീബേ? ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ ഹബീബേ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഏറ്റവും കാഠിന്യമായ, ഏറ്റവും മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക്, ഇതിനേക്കാൾ മോശപ്പെട്ട ഒരു യുഗത്തിലേക്ക് ജനങ്ങളെത്തും. ഈ പറഞ്ഞ സിറ്റുവേഷനൊക്കെ അപ്പുറത്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ സഹാബത്തിന് അത് അറിയണം. അവർ ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇനി ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? നന്മ കൊണ്ടൊന്നും കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധിക്കുന്നുമില്ല, ഇതിനേക്കാൾ മോശപ്പെട്ട കാലഘട്ടം ഏതാ? ഈ കാലഘട്ടം എന്തായാലും ആയി. ഇപ്പൊ നമ്മളിലുണ്ട്. വാപ്പ മക്കളോട് നിസ്കരിക്കാൻ പറയുന്നുണ്ടോ? ഏത് വാപ്പ പറയുന്നു? ഏത് ഉമ്മയാണ് മകളോട് മോളെ നീ നിസ്കരിക്കെന്ന് പറയുന്നത്? ഇന്നത്തെ തലമുറ അതൊന്നും പറയുന്നില്ല. ആകെ പറയുന്നത്, മോളെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വല്ലതും കഴിച്ചിട്ട് കിടക്കുന്ന പറയാ. നിസ്കരിച്ചോന്ന് ചോദിക്കുന്ന ചോദ്യം തന്നെ ഈ കാലഘട്ടത്തിൽ അപ്രസക്തമായി പോയി, ചോദിക്കാതായി പോയി. മക്കളോട് പേടിയാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്നാൽ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരുടെ മദ്ഹുകൾ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് അവരൊക്കെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നുവെന്ന്. സമയമില്ല, ഇല്ലെങ്കിൽ ആയത്തോ ഹദീസൊക്കെ എത്രയോ ഓതാ. വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ്യാ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത് വകാന ഇൻദ റബ്ബിഹി മർളിയാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രായാധിക്യ സമയത്ത് അല്ലാഹു നൽകിയ ആദ്യത്തെ കൺമണിയല്ലേ? അദ്ദേഹത്തിന്റെ വിശേഷണം അല്ലാഹു പറയുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുമായിരുന്നു അദ്ദേഹമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ നിസ്കാരം കൊണ്ട് കൽപ്പിക്കും, സകാത്ത് കൊണ്ട് കൽപ്പിക്കും, കുടുംബത്തോട്, അഹ്ല് അയാലിനോട് കൽപ്പിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അഹ്ൽ എന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം വിടുക സ്വന്തം ഭാര്യ. ഭാര്യ മക്കളോട് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന പരിശുദ്ധമായ ഖുർആൻ. ഇന്ന് എത്ര ഭർത്താക്കന്മാർ ഭാര്യയോട് നിസ്കരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്? അതൊക്കെ പോയി. അതൊക്കെ ആ പറച്ചിലേ ഇല്ല. നിസ്കരിച്ചോ എന്ന് ചോദിക്കൽ തന്നെ ഇല്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ്മെന്റിലുള്ളൊരു ജീവിതമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ പിന്നെ ഇങ്ങോട്ടും ചോദിക്കും, നിങ്ങൾ നിസ്കരിച്ചോന്ന് ചോദിക്കുക. അങ്ങനത്തെ സൈസിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ ചോദ്യമൊന്നുമില്ല, ചോദ്യം വർത്താനൊന്നുമില്ല, നടന്നങ്ങനെ പോവാം.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്തൊരു ഭർത്താവ് പറയുന്നുണ്ട്, ഞാനും ഭാര്യയും തമ്മിൽ പിണക്കത്തിലായിട്ട് വർഷങ്ങളായി. നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ പോകും, 5 വക്ത് നിസ്കരിച്ചു കഴിഞ്ഞ് വരും. ഒരു മേശ ഞങ്ങളുടെ അപ്പുറത്ത് 2 ബെഡ്റൂമിലായിട്ടാണ് കിടക്കുന്നത്. ഒരു മേശ നടുക്കെ ഹാളിൽ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഭക്ഷണം അവൾ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കും, എഴുന്നേറ്റ് പോകും, പാത്രം എടുത്തുകൊണ്ട് അവൾ പോവും, കഴുകി വെക്കും. അടുത്ത വക്കത്ത് കറക്റ്റ് സമയം ഡിഷ കഴിഞ്ഞ് വരും. അപ്പോൾ കറക്റ്റ് ഭക്ഷണം ഇവിടെ ഉണ്ടാവും, കറക്റ്റായിട്ട് കഴിക്കും. രാവിലത്തെ ഭക്ഷണം 9 മണിക്കാണ് ടൈം ടേബിൾ. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാവില്ല. 9:15 ഒന്ന് നോക്കിയാൽ സാധനം ഉണ്ടാവില്ല. അതും കൂടെ അടിച്ചിട്ടുണ്ടോ, 2 മുട്ടയും കൂടെ അവൾ കഴിച്ചു. അങ്ങനത്തെ നല്ല ഭാര്യ കിട്ടി. ഒരാൾ സങ്കടം പറഞ്ഞു, വർഷങ്ങളായിട്ട് അങ്ങനെയാണ്, ഒന്നിച്ച് താമസിക്കുന്നില്ല, ഒന്നിച്ച് ഉറങ്ങുന്നേ ഇല്ല. എന്തെങ്കിലും വിഷയങ്ങളോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവള് കത്തെഴുതി വെക്കും. ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റൊക്കെ അവിടെ ഉണ്ടാവും. വെളിച്ചെണ്ണ 1 കിലോ, പച്ചമുളക്, മഞ്ഞപ്പൊടി ഒക്കെ അവിടെ എഴുതി വെക്കും. എന്നാലോചിച്ച് നോക്കും, അങ്ങനത്തെ ഒരു ജീവിതം. ഒരേ വീട്ടിലാണ്, അപ്പുറത്തും ഇപ്പുറത്തെ കിടക്കുന്നത്. ഇങ്ങനെ പല വീടുകളുണ്ട്. ഇപ്പൊ അയാളിതിപ്പോ നമ്മളോട് മനസ്സ് തുറന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അറിയുന്നു. അയാൾ പറയാണ്, ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം കേൾക്കുന്നവരും ഒക്കെ ആണ്. അപ്പൊ ഉസ്താദ് എന്ന് വാതിലൂടെ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, ഒരു മാറ്റം ഉണ്ടാവും. അതിനാണ്. കാരണം അയാളും അടുത്തു. അയാൾ പറയും, പ്രായം കൂടി വരികയാണ്. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയട്ടെ. റാഹത്താകുന്ന ഐക്യം അള്ളാഹു നസീബാക്കട്ടെ. സന്തോഷകരമാകുന്ന ജീവിതം അള്ളാഹു നസീബാക്കട്ടെ. ചെറിയ വിഷയങ്ങളിൽ പിണങ്ങി അതങ്ങനെ പർവ്വതീകരിക്കപ്പെടുക. കുറച്ചുനാൾ അങ്ങനെ അങ്ങോട്ട് മാറിക്കിടക്കും. ആദ്യം ഒന്ന് ബെഡ്റൂം മാറും, പിന്നെ അതങ്ങോട്ട് മാറി. ചിലപ്പോൾ ഒരേ ബെഡിൽ തന്നെ തിരിഞ്ഞു കിടക്കാൻ തുടങ്ങും. പിന്നെ ഒരേ ബെഡ്റൂമിൽ തന്നെ 2 കട്ടിലാണ്. ഇപ്പോഴത്തെ ഫാഷനാണ് അതൊക്കെ. ഭർത്താവ് അങ്ങോട്ടും തിരിഞ്ഞു, ഭാര്യ ഇതൊക്കോട്ടും തിരിഞ്ഞു, അങ്ങനെ കിടക്കുക. പിന്നെ കുറച്ചുകൂടി മുമ്പ് വാപ്പ അവിടുന്ന് മാറി അപ്പുറത്ത് റൂമിലായി, ഉമ്മ അനിയത്തിയുടെ വീട്ടിലായി. ഇങ്ങനെയൊക്കെ മാറ്റിക്കിടത്താൻ ആര് നമ്മളോട് പറഞ്ഞു? 63 വയസ്സ് വരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. 25-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ വൈവാഹിക ജീവിതം നയിച്ചിട്ട് പ്രവാചകർ മാറിക്കടന്നിട്ടില്ല. ഭാര്യമാരോടൊത്ത് ഒന്നാച്ചാണ് ജീവിച്ചത്. അതിന് ഏറ്റവും ഒരു ഉദാഹരണമാണ് അവസാനം വഫാത്താകുന്ന വേള ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. കുടുംബ ജീവിതത്തിന് ഇതിനേക്കാൾ വലിയ മകുട ഉദാഹരണം വേറെ വേണ്ട. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ആ ജീവിതം നമ്മൾക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.